ജൂലൈ 4 ഭാഗ്യദിനാണല്ലോ എന്നും പറഞ്ഞാണ് തൊട്ടടുത്ത വർഷം ദിലീപ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുവരെയുള്ള ദിലീപിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയായ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CID മൂസ. അതിനെ പറ്റി പറയണ്ട അല്ലെ, CID മൂസ എന്ന് പറയുമ്പോ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, CID മൂസ 2ാമത് വരുന്നു എന്നൊക്കെ. അപ്പോഴും ആൾക്കാര് ഭയങ്കര വെയിറ്റിംഗ് ആണ്. CID മൂസ പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാൽ അതിലിപ്പോ ജഗതി അഭിനയിക്കുന്നില്ല, കൊച്ചിൻ നീഫ പോയി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോയി. അപ്പൊ CID മൂസയുടെ 2ാം ഭാഗം എന്ന് പറയാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കാം പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അർജുനില്ല, ഇല്ല. അതൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പൊ അതിലൊരു CID മൂസയില് ഓരോന്നിനും ഇപ്പോ ദിലീപിന് ഈ പറഞ്ഞ സിനിമയിലേക്ക് ഓരോ എലമെന്റ് ഉണ്ട്. ഒരെണ്ണത്തില് കള്ളനായിട്ട്, പിന്നെ CID മൂസയില് പ്രത്യേകത അർജുനും ദിലീപും തമ്മിലുള്ള ഒരു കോംബോ ഭയങ്കരമായിട്ട് ആനിമൽസ് ആയിട്ട് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്ന വേറൊരു നടൻ നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ദിലീപിന് ഒരു സെൻസ് ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, കറക്റ്റ് പാക്കേജ് ആണ് ദിലീപിന്റെ ഒരു ഓഡിയൻസിനെ ദിലീപ് ഉണ്ടാക്കിയെടുത്തത്. അതുവരെ ഇപ്പൊ മമ്മൂട്ടിന്റെ, മോഹൻലാല്, സുരേഷ് ഗോപി, ജയറാം ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം ജയറാമിന്റെ സ്പേസിലോട്ട് ദിലീപ് വന്നു എന്ന് പറഞ്ഞാൽ ദിലീപിന്റേതായ സിനിമകളാണ്. ഇപ്പൊ ജയറാം ഒരിക്കലും പറക്കും തെളിക പോലത്തെയോ CID മൂസ പോലത്തെയോ സ്ലാപ്സ്റ്റിക് സിനിമകളല്ല ജയറാം ചെയ്തത്. ജയറാം ഫാമിലി സിനിമകളാണ് ചെയ്തത്. അപ്പൊ നമ്മൾ കഥാനായകൻ പോലത്തെ സിനിമയൊക്കെ ചെയ്ത് ദിലീപിന്റേതായ ഒരു സ്പേസ് അന്ന് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ വന്നിട്ടാണ് CID മൂസ. അതും എത്ര ഭാഷയിലേക്ക് എനിക്ക് തോന്നുന്നത് CID മൂസ ദിലീപിന്റെ ഒരു ഇച്ചിരി പൊങ്ങച്ച ക്യാരക്ടർ ഒക്കെ ആണല്ലോ. ആ ഒരു പൊങ്ങച്ചോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും എനിക്ക് വേറെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്കത് ബോറടിപ്പിക്കാണ്ട് അല്ലെങ്കിൽ ഒരു ഓക്വേർഡ് ആവാണ്ട് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കോമഡീസ്. അത് ദിലീപിന്റെ കഴിവ് തന്നെയാണ്. ആ സിനിമ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മീശമാധവനെ പറക്കുന്നിലേക്ക് ഇറങ്ങുമ്പോഴൊന്നും ആദ്യത്തെ ദിവസങ്ങളൊന്നും വലിയ തിരക്കില്ല. ഞാൻ ഈ എല്ലാ സിനിമയും അന്ന് തിയേറ്ററിൽ ഞാൻ +2 പഠിക്കുന്ന സമയത്തൊക്കെയാണത്. CID മൂസ ഇറങ്ങുമ്പോൾ ഞാൻ കോളേജിലായി. എനിക്ക് ഓർമ്മ CID മൂസ കാണാൻ പോകുമ്പോ മാറ്റ്നി കാണാനോ എന്തോ പോയിട്ട് സെക്കൻഡ് ഷോയെ കണ്ട ടിക്കറ്റ് കിട്ടാനില്ല. ആദ്യത്തെ 2 ഷോയ്ക്ക് ഒന്നും ടിക്കറ്റ് ഇല്ല. അപ്പൊ അപ്പോഴേക്കും ദിലീപ് ഒരു സ്റ്റാർ ആയി. ബുക്ക് മൈ ഷോ ഒന്നുമില്ല. നമ്മളവിടെ പോയിട്ട് ഗേറ്റിന് മുമ്പിൽ ക്യൂ നിന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി അങ്ങനെയൊക്കെ തന്നെ കയറണം.